ഇനി ആ ഗെയിമിന്റെ പേരാണ് പറയാൻ പോകുന്നത് മീറ്റർ ചായ. ഈ ഗെയിമിനും 90 സെക്കൻഡാണ് സമയമുള്ളത്. നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇപ്പുറത്തെ ഗ്ലാസ്സിലോട്ട് അടിക്കണം, പിന്നെ ഈ ഗ്ലാസ്സിൽ നിന്ന് ഇപ്പുറത്തെ ഗ്ലാസ്സിലോട്ട് അടിക്കണം, അങ്ങനെ മീറ്റർ ചായ അടിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഒരു നൂലുണ്ട്. അതായത് നിങ്ങൾ അടിച്ചു എന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് തന്നെ പിടിക്കണം. അല്ലാതെ ഇങ്ങനെ മറ്റേ ഉടായ്പൊന്നും കാണിക്കാൻ പറ്റൂല. അങ്ങനെ വെറുതെ അടിച്ചാ പോരാ, അടിച്ചുകൊണ്ട് നടക്കണം. അതെ. അപ്പൊ ചായ അടിച്ച് നിങ്ങൾ ഇങ്ങനെ 8 എടുത്ത് ഇങ്ങനെ 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 പോകണം. അപ്പൊ ഈ 8 കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് അടിച്ചിരിക്കും. ആരുടെ ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ലെവൽ കൂടുതലുള്ളത് അവരായിരിക്കും ഈ നോക്കൌട്ട് ഗെയിമില് വിജയിക്കാൻ പോകുന്നത്. And your time अभी शुरू हो जा रहा है. हुस्ना start. ഹുസ്നയുടെ അമ്മ വേറെ ഡ്രസ് മേടിച്ചു കൊടുത്തോണം. ഈ ചായ അടിച്ചാൽ മതി, നമ്മളെ എല്ലാരും അടിക്കില്ല. എന്ത് കഷ്ടമെന്ന് പറ. ബാക്കി ചായ വല്ലതും ബാക്കി വെക്കണം നമ്മുടെ സരിത ചേച്ചിക്ക് അടിക്കാനായിട്ട്. എന്തുവാണ് ഇത്? എവിടെ നടേ ചായ ഇത് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അടിക്കുന്നു ചായ, ഇതാ വീഴുന്നു ചായ, അടിക്കുന്നു വീഴുന്നു, അടിക്കുന്നു വീഴുന്നു. കഴിഞ്ഞോ? എന്റെ അടുത്ത് ചായ അടിക്കാനല്ലേ പറഞ്ഞത്? കുട്ടി എന്താ ഉദ്ദേശിച്ചത്? ഇതിലെ ചായ എവിടെ? നീ സത്യം പറ ഹുസ്ന, പോണ വഴിക്ക് അമ്മയുടെ വേറെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത ചായ ഇത് നമുക്ക് ഈ ഗ്ലാസ്സിൽ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞാലോ ചേട്ടാ? നോക്കൌട്ട് ലെവലാണ്. നൈസായിട്ട് ഒന്ന് ശ്രമിച്ച പുഷ്പം പോലെ സമാരം കൊണ്ട് നമ്മളിങ്ങ് വരും. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടുത്തോ 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 എടുത്തോ. ചേച്ചി പൊക്കി അടിക്കണം, ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് അടിക്കണം. ഇതാ തീരാ പോകുന്നു. അങ്ങനെ ലെവൽ 1 മുതൽ ലെവൽ 4 വരെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ലഭിക്കാൻ പോകുന്നത് 50,000 രൂപയുടെ ഹോം അപ്ലയൻസസ് ആണ്. ഇതിനകത്ത് ഒരു ഈച്ചയ്ക്ക് മുങ്ങി ചാവുള്ള സാധനം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ടൊന്നും നോക്കണ്ട, ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു നമ്മുടെ സ്വന്തം സരിത ചേച്ചി. അങ്ങനെ ഹുസ്ന പൊരുതി തോറ്റെന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. നല്ല അന്തസ്സായിട്ട് ഹുസ്ന കളിച്ചു. ഹുസ്നയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി കേട്ടോ. മൈ ജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ ഹുസ്നയ്ക്ക് കൊടുക്കുകയാണ്. നെല്ലരി. മുകുന്ദൻ ഉണ്ണിയും ഗിരിയുമായുള്ള ബന്ധം എന്താണ്? എന്താ? ഫ്രണ്ട് ആണെന്നോ? ഫ്രണ്ടാണ്. ഉത്തരം കറക്റ്റ് ആണ്. കറക്റ്റ്. ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ്. ഇതാ ഗുണ്ടഗിരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഈ സ്വപ്ന എന്തിനാ സഞ്ജയനെ കല്യാണം കഴിച്ചേ? സ്വപ്നന്റെ അനിയത്തിയാണ്. അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണക്കാരന്റെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗോപാൽജിയുടെ പൈസ മോഹിച്ചാണ് ഗോപാൽജിയുടെ മകനായ സഞ്ജുവിനെ കല്യാണം കഴിച്ചത്. എന്റെ കോൺസ്റ്റബിളെ, നമ്മുടെ ഈ ഭാനുമതിയും സ്വപ്നയായിട്ട് എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളൊക്കെ ഇല്ലേ? അതെന്താണ് ഈ പരിപാടി? അവര് തമ്മിൽ തുടക്കം മുതലേ, ഞാൻ എന്നാണോ കല്യാണം കഴിഞ്ഞ വീട്ടിലെത്തുന്നത് അന്ന് മുതലേ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അമ്മയും മകളും തമ്മിൽ. പക്ഷെ ഇപ്പം ഭാനുമതി അമ്മയ്ക്ക് എന്റെ അടുത്ത് കുറച്ച് സ്നേഹമുണ്ട്. ബിക്കോസ് ക്യാരിങ് ആണ്. അതുകൊണ്ട് മഞ്ജുവിന്റെ അടുത്തൊരു സ്നേഹമുണ്ട്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവര് തമ്മിൽ എന്തൊക്കെയോ പ്ലാനിങ്സ് നടക്കുന്നുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അടുത്ത ലെവൽ 5ലേക്ക് പോകാനുള്ള സമയമായല്ലോ അല്ലേ? ഈ 6 പേരിൽ അടുത്തതായി മത്സരിക്കാൻ എത്തുന്ന ആരാണെന്ന് നമുക്കറിയാം. അത് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു നമ്മുടെ ഗുണ്ടഗിരിയും കൂടെ ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് ഇവിടെ നടത്തും. അഭിനയിച്ച് അവരുടെ കൂടെ നന്നായിട്ട് ആരാണോ പെർഫോം ചെയ്യുന്നത്, നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരിക്കും അടുത്തതായി മത്സരിക്കാനുള്ള അവസരം ലഭിക്കും. நனையாதா பெண்ணே பெண்ணே, தீயும் அணையாதா பெண்ணே பெண்ணே, கண் பாஷை பேசினாய் நான் என்ன செய்வேன், கன்ஃபியூஷன் ஆகிறேன் உள்ளே. பறக்க பறக்க துடிக்குது, பழக பழக பிடிக்குது, பழைய ரணங்கள் மறக்கவே
தோகை வருடுதே பறக்க பறக்க பழக பழக பழைய ரணங்கள் என் தோகை அடிப்பொலி! வருடுதே